ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്ന ഇയറിങ് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു B6000-ൻ്റെ ഗമ്മ്, പിന്നെ നമുക്ക് 2 ഇയർ സ്റ്റഡ്സ് വേണം. ആക്ച്വലി എൻ്റെ ഗോൾഡൻ കളർ തീർന്നുകൊണ്ട് ഞാൻ സിൽവറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് 2 ടൈപ്പ് സ്റ്റോൺ ചെയിനാണ്, ചെറിയ സൈസിലുള്ളതും വലിയ സൈസിലുള്ളതും. ഇതിൽ ചെറിയ സൈസിലുള്ള ആ വൈറ്റ് സ്റ്റോണിൻ്റെ റേറ്റ് വരുന്നത് മീറ്ററിന് 30 റുപ്പീസും മെറൂൺ കളറിലെ സ്റ്റോണിന് വരുന്നത് 79 റുപ്പീസാണ്. പിന്നെ ബോൾ ചെയിൻ ഇതിൽ ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പ്രോഡക്റ്റ്സ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ബോൾ ചെയിന് മീറ്ററിന് 7 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് എന്നോട് കമൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് മെറ്റീരിയൽസ് എവിടെ നിന്നാണെന്നുള്ളത്. ഞാൻ ഷോപ്പിൽ നിന്നും വാങ്ങാറുണ്ട്, അതുപോലെ തന്നെ ഞാൻ ഓൺലൈനും വാങ്ങാറുണ്ട്. കൂടുതലും ഞാൻ ഷോപ്പാണ് പ്രിഫർ ചെയ്യുന്നത്. ഞാനങ്ങനെ വലിയ ബൾക്ക് ക്വാണ്ടിറ്റിയിലൊന്നും എടുത്ത് വെക്കാറില്ല. ഇപ്പോൾ ഈ ഒരു സ്റ്റോൺ ചെയിൻ ആണെങ്കിലും എനിക്കൊരു 5-6 ഇയറിങ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് കിട്ടും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഈ ഷീറ്റിൻ്റെ പേര് പറയാൻ പറ്റില്ല. ഇത് OHP ഷീറ്റാണ്, നമ്മൾ ഗ്ലാസ് പെയിൻറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഷീറ്റാണിത്. അതല്ലാണ്ട് കട്ടിയുള്ള വേറെ പ്ലാസ്റ്റിക് നമുക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിട്ടിയതുണ്ടെന്നുണ്ടെങ്കിൽ അതിലാണെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ ഇതിന് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് കുന്തൻ ബീഡ്സാണ്. അത് ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ് മീഷോയിൽ നിന്ന്. അതൊരു 5 ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള കുന്തൻ ബീഡ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രൈസ് ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഞാൻ പ്രൈസ് ഓർക്കുന്നില്ല, ഞാൻ സ്ക്രീനിൽ കാണിച്ചേക്കാം. ഇതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പിലുള്ള ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ ചെയ്യാനായിട്ട് ഇതിൽ നിന്ന് OHP ഷീറ്റിൽ നിന്ന് നമുക്ക് എത്ര സൈസാണോ ഇയറിങ് വേണ്ടത് ആ ഒരു സൈസിലുള്ള പേപ്പർ ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ചെയ്യുന്ന ഷേപ്പ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഒട്ടിച്ചെടുക്കുക. അപ്പോൾ കുന്തൻ ബീഡ്സ് പോലെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ഒട്ടിച്ചെടുത്ത് നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഞാൻ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോൺ ചെയിൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അത് കണ്ടിട്ടില്ലാത്തൊരു ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഒരെണ്ണം കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ കിട്ടും, ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ അതുപോലെ കുന്തൻ ബീഡ്സ് നമുക്കിപ്പം ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ, അതിലൊരു ഫ്ലവർ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. ഇതൊരു സ്റ്റഡ് വന്നിട്ട് താഴെ ബീഡ് വന്ന രീതിയിലാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിത് ഓരോന്ന് ഒട്ടിച്ചെടുക്കുക. ബീഡ്സ് എല്ലാം ഒട്ടിച്ച് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് കട്ട് ചെയ്തെടുക്കുക. കാരണം എക്സ്ട്രാ വന്നിട്ടുള്ള ഷീറ്റ് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ ഇവിടെ ഞാൻ വലിയ സൈസിലുള്ളൊരു ബീഡാണ് എടുത്തിട്ടുള്ളത്. ഇതെന്നിട്ട് ഐപിൻ യൂസ് ചെയ്തിട്ട് ഐപിന്നിലും കൂടി കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ബീഡ് വെക്കുകയാണെങ്കിൽ അതവിടെ നന്നായിട്ട് ഉറച്ചിരുന്നോളും. എന്നിട്ട് ഇത് നമ്മുടെ കമ്മലിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഈ വാക്സ് ഷീറ്റ് ഉണ്ടല്ലോ, അതായത് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്കും യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സപ്പോർട്ടിനായിട്ട് വേണമെങ്കിൽ ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കാം. കുറേ ആൾക്കാർ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നിട്ടും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടോ, ഇതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയണത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. സോ ബൈ.